നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ബോട്ടിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ സീസൺ സമയമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് ബോട്ടൊക്കെ കാണാം. നമ്മൾ പോകുമ്പോൾ രാവിലെ 10 മണിക്കാണ് ബോട്ട് പുറപ്പെട്ടത്. വൈകിട്ട് 5 മണിയാകുമ്പം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ബോട്ട് കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് കരഭാഗമൊക്കെ അക്കരെയുള്ള കരഭാഗം കുഞ്ഞായിട്ട് കാണാൻ പറ്റും ലൈറ്റായിട്ട്. രാവിലെ 4 മണിക്കാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ഒരു 5 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെള്ളാറിലാണ്, ട്രിവാൻഡ്രം വെള്ളാറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴ വരെ പോകണം. അപ്പോൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. കറക്റ്റ് ഒരു 9 മണി കഴിയുമ്പോൾ നമ്മളവിടെ എത്തുന്നതായിരിക്കും. 26 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് 26 പേരിൽ കൂടുതലുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളടക്കം 26 പേരിൽ കൂടുതലുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആലപ്പുഴ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഏരിയയിൽ നമ്മൾ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറച്ച് ബോട്ട്, നമ്മൾ ഈ പോകുന്ന വഴിക്ക് നിറച്ച് ബോട്ട് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സീസൺ സമയം കൂടെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ നിരത്തിയിട്ടിങ്ങനെ കാണുമ്പോൾ തോന്നും തിരക്കൊന്നും ഇല്ലാന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ എത്ര പേര് വന്നാലും ഇവിടെ ബോട്ടുണ്ട്, ഇഷ്ടംപോലെ ബോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യണനുസരിച്ച് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ബോട്ടാണോ കിട്ടുന്നത് ആ ബോട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. ചെറിയ ബോട്ട് മുതൽ വലിയ ബോട്ട് വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം. ബേക്കറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഈ സൈഡിൽ ഒരു സൈഡിൽ നിറച്ച് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ബോട്ട് ഏതാണെന്ന് അറിയത്തില്ല, അപ്പോൾ അവിടെ നിന്ന് ഒരാളുണ്ട് നമുക്ക് ബോട്ട് ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്താറായെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വരി ഫുള്ള് ബോട്ടാണ്, ഇതിൻ്റെ ബാക്കിലും ബോട്ടാണ്. ഒരു 3 ലെയർ അടുപ്പിച്ച് ബോട്ട് കിടപ്പുണ്ട്. ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടല്ല, ഈ കാണുന്ന ബോട്ടല്ല, ഈ ബോട്ടിൻ്റെ അകത്തൂടെ കയറി നമ്മുടെ ബോട്ട് അങ്ങ് ബാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എത്തണം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. മുകളിൽ നിന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോട്ട് പുറപ്പെടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് വരെ നമ്മൾ ഈ ബോട്ടിൽ തന്നെയാണ്, ഒരു 5 മണിയുടെ ബോട്ടിൽ തന്നെയാണ്. അപ്പം ബോട്ട് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീഡ് ബോട്ടുകളൊക്കെ ഇവിടെ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് എക്സ്ട്രാ ക്യാഷാണ്. അപ്പോൾ അത് നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കയറാവുന്നതാണ്. 1000 രൂപയാണ് ആ സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് വരുന്നത്. 4-5 പേർക്ക് ഇരിക്കാം. അപ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാവും. കായലിൻ്റെ അക്കരെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അക്കരെ പോയിട്ട് അവിടെ നിർത്തിയിടും, ബോട്ട് കുറച്ച് നേരം നിർത്തിയിടുന്നതായിരിക്കും. നിർത്തിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ബോട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. डबल बोट से ആളും കൂടുതലുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. അതിൽ ഈ ബോട്ടിലാണ് നമ്മൾ കയറുന്നതിന് 1000 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾ കയറിയ 1000 രൂപയാണ്. 4-5 പേരായിട്ട് ഷെയർ ചെയ്താലും നമുക്ക് കയറാവുന്നതാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കായലിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കായലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി തുടങ്ങുമ്പോൾ ഈ കരഭാഗമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് വളരെ കുഞ്ഞായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലത്തെ കുഞ്ഞു വെള്ളങ്ങളൊക്കെ ഇവിടെ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. കായലിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോകണമെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. കറക്റ്റ് ഉൾഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കരഭാഗത്തൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് സിംഗിളായിട്ട് തുഴഞ്ഞു പോകാൻ പറ്റിയ കുഞ്ഞ് വള്ളങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏരിയയിലോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ നേരെയാണ് പോകുന്നത്.
ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കായലിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങ് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ഉൾഭാഗത്തേക്ക് ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കായലിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. അങ്ങ് അറ്റത്തൊക്കെ കുറേ ബോട്ടുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ബോട്ട് ഓരോ സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ട് ഇപ്പുറ സൈഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ അക്കരെ എത്തും. അക്കരെ എത്തിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. കായലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ദ്വീപ് പോലെ ഒരു കുഞ്ഞു സ്ഥലം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കുറച്ച് സ്ഥലമേ ഉള്ളൂ, കണ്ടില്ലേ? വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത്യാവശ്യം നല്ലൊരു ബോട്ടിംഗ് അനുഭവം നമുക്കിവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മളൊരു കടലിൻ്റെ നടുക്കൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു ഫീലിങ്സ് കറക്റ്റായിട്ട് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പേടിയൊക്കെ തോന്നുന്ന ഒരു സ്ഥലം എത്തുന്നുണ്ട്. പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പേടി തോന്നും. നല്ലൊരു ബോട്ടിംഗ് അനുഭവമായിരുന്നു. ബോട്ടുകൾ പോകണമെന്നുണ്ടോ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.